ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ 1ാം എപ്പിസോഡിലെ ആവേശം ഒട്ടും ചോരാതെ തന്നെയായിരുന്നു 2ാം എപ്പിസോഡ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ജഡ്ജിമാരായ അഖിൽ മാരാറും രഞ്ജിനി ഹരിദാസും റിയ സലീമും ചേർന്ന് കണ്ടസ്റ്റന്റുകളെ ടീമുകളായി തിരിക്കുന്നത്. ഇന്നലെ മണിച്ചിത്രതാഴ റൗണ്ടിൽ നിന്നും പരാജയപ്പെട്ടുപോയ ആ 20 പേർ ഇന്ന് മത്സരിക്കാനെത്തിയിരുന്നു. അവരെ വീണ്ടും ഇവർ 3 ഗ്രൂപ്പുകളാക്കി തിരിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് മൊത്തത്തിൽ ഭരിച്ചത് ഒരേ ഒരാളായിരുന്നു. അത് മറ്റാരുമല്ല, രഞ്ജിനി ഹരിദാസ്. രഞ്ജിനിയുടെ കണിശമായ നിലപാടുകളും ജെറ്റി ടാസ്കിലെ വിവാദവും കണ്ടസ്റ്റന്റുകളുടെ ഓവർ പെർഫോമൻസിനെതിരെയുള്ള വിമർശനങ്ങളും കൊണ്ട് എപ്പിസോഡ് 2 അക്ഷരാർത്ഥത്തിൽ പുകഞ്ഞു എന്ന് തന്നെ പറയാം. വാശിയേറിയ തർക്കങ്ങളും ജഡ്ജിമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും നിറഞ്ഞ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന സംഭവങ്ങൾ നമുക്കൊന്ന് നോക്കാം. എപ്പിസോഡിന്റെ തുടക്കം മുതൽ തന്നെ രഞ്ജിനി ഹരിദാസ് തന്റെ ബോൾഡ് ലേഡി ഇമേജ് കൃത്യമായി കാണിച്ചു തന്നു. ജഡ്ജ് എന്ന നിലയിൽ വളരെ കണിശമായ നിലപാടുകളാണ് രഞ്ജിനി സ്വീകരിച്ചത്. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, ഈ ഷോയിൽ ജെനുവിനായി നിൽക്കുന്നവരാണ് ജയിക്കുക എന്ന്. ഇന്ന് പല കോമണർ കണ്ടസ്റ്റന്റുകളും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി അനാവശ്യമായി ബഹളമുണ്ടാക്കാനും അഭിനയിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ രഞ്ജിനി ഇത് വെറുതെ വിട്ടില്ല. അമിത അഭിനയം കാണിച്ച ചില കണ്ടസ്റ്റന്റുകളെ രഞ്ജിനി നേരിട്ട് ചോദ്യം ചെയ്യുകയും ഇങ്ങനെ ഓവർ പെർഫോമൻസ് നടത്തിയാൽ ബിഗ് ബോസ് ഹൗസിൽ അധികകാലം നിൽക്കാൻ പറ്റില്ലെന്ന് കടുത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇത് മറ്റ് ജഡ്ജിമാരും ശരിവെക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ സംഭവം ജെറ്റി ടാസ്ക് ആയിരുന്നു. ഈ മത്സരത്തിനിടയിൽ ജെറ്റി എന്ന കണ്ടസ്റ്റന്റ് പുറത്തായി. എന്നാൽ എവിടെയാണ് ട്വിസ്റ്റ്? ജെറ്റിയെ രഞ്ജിനി ബോധപൂർവ്വം തോൽപ്പിച്ചതാണോ എന്ന് ചോദ്യം ഉയർന്നു. രഞ്ജിനിയുടെ ചില തീരുമാനങ്ങൾ ജെറ്റിക്ക് ദോഷകരമായി ബാധിച്ചു എന്ന് മറ്റ് ജഡ്ജിമാരായ അഖിലും റിയാസും ചൂണ്ടിക്കാണിച്ചു. ഇതിനെ ചൊല്ലി ജഡ്ജിമാർ തമ്മിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. കണ്ടസ്റ്റന്റുകളും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതോടെ സ്റ്റേജ് ഒരു ചെറിയ ബിഗ് ബോസ് ഹൗസായി മാറി. രഞ്ജിനി നീതിപൂർവ്വമാണോ പ്രവർത്തിച്ചത് എന്ന ചോദ്യം പ്രേക്ഷകരിലും സംശയമുണ്ടായി. ഇതിന്റെ പേരിൽ അഖിൽ മാരാറും രഞ്ജിനിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരും എപ്പിസോഡുകളിൽ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടറിയണം. ജഡ്ജിമാർ തമ്മിലുള്ള തർക്കങ്ങൾ മാത്രമല്ല, കണ്ടസ്റ്റന്റുകൾ തമ്മിലുള്ള കൊമ്പുകോർക്കലും ഇന്നുണ്ടായിരുന്നു. അനൂപ്, രേണു, സുമതി എന്നിവർ തമ്മിലായിരുന്നു പ്രധാന തർക്കം. മത്സരത്തിനിടയിലെ ചില തന്ത്രങ്ങളെയും നിലപാടുകളെയും ചൊല്ലിയാണ് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. രേണുവിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങൾ അനൂപ് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതോടെ തർക്കം മുറുകി. ഓഡീഷൻ ഘട്ടത്തിൽ തന്നെ ഇത്തരം സ്ട്രാറ്റജികൾ കാണിക്കുന്നത് കണ്ടസ്റ്റന്റുകളുടെ മത്സരബുദ്ധി വെളിവാക്കുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അഗ്നിപരീക്ഷ എപ്പിസോഡ് 2 രഞ്ജിനി ഹരിദാസിന്റെ വമ്പൻ തിരിച്ചുവരവ് വിളംബരം ചെയ്തതായിരുന്നു. കണ്ടസ്റ്റന്റുകളുടെ ഓവർ പെർഫോമൻസ് ജഡ്ജിമാരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ജെറ്റി വിവാദവും ജഡ്ജിമാർ തമ്മിലുള്ള തർക്കങ്ങളും വരും ദിവസങ്ങളിൽ മത്സരം കൂടുതൽ കടുപ്പിക്കുമെന്ന് ഉറപ്പു നൽകുന്നു. അവതാരകയായ റനീഷയും തന്റെ റോൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ രഞ്ജിനിയുടെ നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജെറ്റിയെ രഞ്ജിനി ബോധപൂർവ്വം തോൽപ്പിച്ചതാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡ് അനാലിസുമായി വീണ്ടും കാണാം. ബൈ.